എറണാകുളം ആലുവയിൽ വാക്കുതർക്കത്തിനിടെ വയോധികനെ കുത്തിക്കൊലപ്പെടുത്തി എന്നൊരു വാർത്ത വരുന്നു. കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പറവൂർ കവലയിലെ ഒരു ഹോട്ടലിലാണ് സംഭവം. കൈതാരം സ്വദേശി ശ്രീകുമാറാണ് വയോധികനെ കുത്തിക്കൊലപ്പെടുത്തിയത്. പുലർച്ചെ 5 മണിക്ക് ചായ കുടിക്കാൻ എത്തിയപ്പോഴുണ്ടായ തർക്കത്തിനിടെ കത്രിക ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, എന്താണ് ഈ വാക്കുതർക്കത്തിനിടയാക്കിയത്? നിർഭാഗ്യകരമായ സംഭവമാണ്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞോ? അരുൺകുമാർ, ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ആലുവ പറവൂർ കവലയിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. പറവൂർ കവലയിലെ തലശ്ശേരി കിച്ചൺ ഹോട്ടലിന്റെ പരിസരത്ത് വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ കൊന്നയാളും മരിച്ചയാളും രണ്ടുപേരും ചായ കുടിക്കാൻ വന്ന ആളുകളാണ്. ഇന്നലെ ഇവർ തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. രാത്രിയിൽ ഇവർ നേരത്തെ പരിചയമുള്ള ആളുകളാണ്. ഈ തർക്കത്തെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി ഈ ഹോട്ടലിന്റെ പരിസരത്തേക്ക്, ഈ ആലുവ പറവൂർ കവലയിലെ ഹോട്ടലിന്റെ പരിസരത്തേക്ക് ഇവർ ചായ കുടിക്കാൻ എത്തുന്നത്. ചായ കുടിച്ചുകൊണ്ടിരിക്കെ ഉണ്ടായ തർക്കത്തിനിടെ ഈ കത്രിക ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കരിയാട് സ്വദേശിയായ 70 വയസ്സ് തോന്നിക്കുന്ന ആളാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇയാളുടെ മറ്റു പേരുവിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ഘട്ടത്തിലും വ്യക്തതയില്ല. ശ്രീകുമാർ എന്നയാളാണ്, അതായത് നേരത്തെ പരിചയമുള്ള ആളാണ് ഇവർ തമ്മിൽ. ശ്രീകുമാറാണ് ഈ കൊലപാതകം നടത്തിയത്. ശ്രീകുമാറിന് 62 വയസ്സാണ്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്താണ് ഈ തർക്കത്തിന് കാരണമായത് എന്ന കാര്യത്തിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇവർ നേരത്തെ പരിചയമുള്ള ആളുകളാണ്. ഇന്നലെ രാത്രി ഒന്നിച്ച് മദ്യപിക്കുന്നതിനിടെ തർക്കമുണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി വീണ്ടും ഈ പരിസരത്തെത്തി ചായ കുടിക്കുന്നതിനിടെ വീണ്ടും തർക്കം മൂർച്ഛിക്കുകയും കയ്യിൽ കിട്ടിയ കത്രിക എടുത്ത് ശ്രീകുമാർ ഇയാളെ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. ശ്രീകുമാറിനെ ഇതേ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. എന്തായാലും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അരുൺ, നിർഭാഗ്യകരമായ കാര്യം, ശ്രീകുമാറിനെ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഈ മദ്യപിച്ചിട്ട് ബഹളം ഉണ്ടാക്കി കുത്തിക്കൊലപ്പെടുത്തുന്ന വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തർക്കമുണ്ടായി. അത് രാവിലെ 5 മണിക്കൊക്കെ കുത്തിക്കൊല്ലണമെങ്കിൽ ആ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാണ്.